الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. സല്ലല്ലാഹു അലൈഹി. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഇസ്ലാമിലെ അതിപ്രധാനമായ ദിക്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്മരണയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണ. ദിക്ർ, സ്മരണ, മഹത്വം, ധ്യാനം തുടങ്ങി പല അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ദിക്ർ എന്ന് പറഞ്ഞാൽ വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അള്ളാഹുമായി ബന്ധപ്പെട്ട ഓർമ്മയാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മനുഷ്യൻ്റെ മനസ്സിലാണ് ദിക്റുൽ നടക്കുന്നത്. മനസ്സിലാണ്, വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ അല്ല. അള്ളാഹുവിൻ്റെ വാക്കിലും പ്രവർത്തനത്തിലും ഒക്കെയാണ്. ചില ആയത്ത് ശകലങ്ങൾ നമ്മൾ പറയാം, എന്നിട്ട് വിശദീകരിക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അലയോ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റൻ കഥീറൻ, ഉദ്കുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റൻ കഥീറൻ, ധാരാളമായ സ്മരണ. അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കുക. സബ്യഹൂഹു, നിങ്ങൾ അവനെ തസ്ബീഹ് ചൊല്ലുക, വാഴ്ത്തുക. ബുക്റത്തൻ വസീല, രാവിലെയും വൈകുന്നേരവും. അവിടെയും ദിക്റുള്ള എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർക്കുക, തസ്ബീഹ് ചൊല്ലുക, പറയുക എന്ന് തന്നെയാണ് അർത്ഥം. ഒരായത്തും കൂടി, ഉദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർമ്മിക്കുക. അതുക്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും. അള്ളാഹുവാണ് പറയുന്നത്. നിങ്ങൾ എന്നെ ഓർമ്മിക്കുക, ഞാൻ നിങ്ങളെയും ഓർമ്മിക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാവുക. വലാ തക്ഫുറൂ, നിങ്ങൾ എനിക്ക് നന്ദികേട് കാണിക്കരുത്. ഇവിടെയും ഉദ്കുറൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സ്മരണ നിലനിർത്തുക എന്നാണ്. ഒരായത്ത് കൂടി, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വ ഖുഊദൻ. അല്ലദീന യദ്കുറൂന അല്ലാഹ, അള്ളാഹുവിൻ്റെ ദിക്റുകൾ, സ്മരണകൾ, ഖിയാമൻ, നിന്നും, വ ഖുഊദൻ, ഇരുന്നും, വഅലാ ജുനൂബിഹിം, കിടന്നും നിർവഹിക്കുക എന്നാണ്. യദ്കുറൂന അല്ലാഹ, അവർ അള്ളാഹുവിനെ നിർവഹിക്കുന്നു, അള്ളാഹുവിനെ അവർ ഓർക്കുന്നു, സ്മരിക്കുന്നു. ഖിയാമ, നിന്നുകൊണ്ട്, ഖുഊദൻ, ഇരുന്നു കൊണ്ടും, വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും. അപ്പം ഇരുന്നും കിടന്നും പിന്നെ നിന്നും ഇരുന്നും കിടന്നും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ഇവിടെയും ഈ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നാവ് കൊണ്ട് പറയുന്നതിനെ പറ്റിയല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റി നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ ഓർമ്മിക്കുക എന്നാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി
അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വയതഫക്കറുന അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഫി ഖൽഖിസ് സമാവാതി വൽ അർദി ആകാശഭൂമികളുടെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് അവർ ഓർത്തുകൊണ്ടേയിരിക്കും. സൃഷ്ടി വൈഭവം നമുക്കറിയാലോ. അള്ളാഹു ആകാശമുണ്ട്, ഭൂമിയുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രന്മാരുണ്ട്. അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യൻ യതഫക്കറൂന അവൻ ചിന്തിക്കുന്നു ഫി ഖൽഖിസ് സമാവാതി വൽ അർദി ആകാശഭൂമികളുടെ സൃഷ്ടി വൈഭവത്തെപ്പറ്റി, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച്. ഖൽഖിസ് സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങളുടെ സൃഷ്ടിവെപ്പ്, വൽ അർദി ഭൂമിയുടെ സൃഷ്ടി വൈഭവം. എന്നിട്ടോ റബ്ബന അവൻ പറയുന്നു, റബ്ബന നാഥ മാ ഖലഖ്ത ഹാദ നീ ഇവയൊന്നും സൃഷ്ടിച്ചിട്ടില്ല, ബാത്തില വെറുതെ സൃഷ്ടിച്ചല്ല. ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഗാലക്സിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പറയുന്നു മാ ഖലഖ്ത ഹാദ ബാത്തില ഇവയൊന്നും നീ സൃഷ്ടിച്ചല്ല. ഫഖിന അദാബന്നാർ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുന്നു. അപ്പം ഈ പറഞ്ഞിടത്തെല്ലാം ഒരു കാര്യം ഊന്നി പറയുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്മരണ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. ഒരു ശകലം കൂടിയും വല്ലദീന വദാക്കിരീനല്ലാഹ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പുരുഷന്മാർ, ദാക്കിരീന എന്നാണ് പുരുഷന്മാരായ ആളുകൾ. അത് ദാക്കിരീൻ അല്ലാഹ അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുന്ന പുരുഷന്മാർ, വദാക്കിറാത്തി സ്മരിക്കുന്ന സ്ത്രീകളും, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ, അള്ളാഹുവിനെ ഓർക്കുകയും ധാരാളമായി ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ. അഅദ്ദല്ലാഹു ലഹും അള്ളാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ പാപമോചനങ്ങൾ, വാജിറൻ അദീമ മഹത്തായ പ്രതിഫലങ്ങളും അവൻ ഒരുക്കി വച്ചിരിക്കുന്നു. ഇതിൻ്റെയും ആശയം അത് തന്നെയാണ്. അള്ളാഹു താല ദാക്കിരീൻ അല്ലാഹ ദാക്കിറാത്തി ദിക്ർ ദിക്ർ പറയുകയും ഓർമ്മിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ലഹും അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു, അഅദ്ദല്ലാഹു ലഹും അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു മഗ്ഫിറത്തൻ പാപമോചനം, വാജിറൻ അദീമ മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പറയാനുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ നബിയോട് ചോദിച്ചു, പ്രവാചകരെ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പുണ്യം ലഭിക്കുന്ന പുണ്യമുള്ള കാര്യം ഏതാ, ഇസ്ലാമിൽ ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്ന കാര്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അക്സറുഹുമുല്ലാഹ തആല ദിക്റൻ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന സ്മരണ ദിക്ർ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ഒരായത്തുകൂടി നമുക്ക് നോക്കിയാൽ കുറേ കൂടി ഗൗരവ കാര്യങ്ങൾ കാണാൻ കഴിയും. ഒതുക്കുർ റബ്ബക്ക ഫീ നഫ്സിക തദറുഅൻ, ഒതുക്കുർ റബ്ബക്ക നിൻ്റെ നാഥനെ ഓർക്കുക, ഒതുക്കുർ റബ്ബക്ക നിൻ്റെ നാഥനെ ഓർക്കുക, ഫീ നഫ്സിക നിൻ്റെ മനസ്സിൽ, ഒതുക്കുർ റബ്ബക്ക ഫീ നഫ്സിക നിൻ്റെ മനസ്സിൽ നീ നിൻ്റെ നാഥനെ ഓർമ്മിക്കുക, തദറുഅൻ വിനയത്തോടെ ഓർക്കുക, നിൻ്റെ മനസ്സിൽ വിനയത്തോടെ അള്ളാഹുവിനെ ഓർക്കുക, വജീഫത്തൻ ഭയഭക്തിയോടെയും, ദൂനൽ ജഹ്രി ഉച്ചത്തിലല്ലാതെ, മിനൽ ഖൗലി വാക്കിൽ നിന്നുള്ള ഉച്ചത്തിലല്ലാതെ നിങ്ങൾ പടച്ചവനെ ഭയപ്പെട്ടുകൊണ്ട് വിനയത്തോടുകൂടി നീ നിൻ്റെ നെഫ്സിൽ ഓർക്കുക. നെഫ്സ് തന്നെ മനസ്സിനാണ്. ഇവിടെ ഗൗരവപൂർവ്വം പറയുന്ന വാക്ക് ഒതുക്കൂർ റബ്ബക്ക നീ നിൻ്റെ നാഥനെ ഓർക്കുക, ഫീ നഫ്സിക്ക നിൻ്റെ നെഫ്സിൽ, തദറുഅൻ വിനയപുരസ്സരം വിനയത്തോടെ, വഖീഫത്തൻ ഭയഭക്തിയോടെയും, ദൂനൽ ജഹ്രി ഉച്ചത്തിലല്ലാതെ, മിനൽ ഖൗലി വാക്കുകളിൽ നിന്ന് ഉച്ചത്തിലല്ലാതെ ചെയ്യുക, വൽ ഗുദൂവി രാവിലെയും വൽ ആസ്വാൽ വൈകുന്നേരവും, വലാ തകും മിനൽ ഗാഫിലീൻ വലാ തകുൻ നീ ആകരുത് മിനൽ ഗാഫിലീൻ അശ്രദ്ധരിൽ പെട്ടു പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ആയത്തെല്ലാം ഒറ്റ കാര്യമാണ് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ
ഒരു സഹാബിയോടൊന്നിച്ച് നടന്നു പോവുകയാണ്. അപ്പോൾ പള്ളിയിൽ നിന്ന് ഒരാൾ ധാരാളം ഉച്ചത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയാണല്ലോ നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആരോടാണ്? ഇത്ര ശബ്ദത്തിൽ പറയാൻ പാടില്ലല്ലോ, നിങ്ങളത് നിർത്തുക. നിങ്ങൾ ഉച്ചത്തിൽ പറയരുത്, രഹസ്യമായിട്ടാണ് നിർവഹിക്കേണ്ടത്. പ്രാർത്ഥിക്കുകയാണെങ്കിൽ രഹസ്യമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ ആയത്തും ഇതുപോലുള്ള മറ്റായത്തുകളൊക്കെ ധാരാളമായി കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇവിടെ ഈ പറഞ്ഞ കാര്യം ഗൗരവപൂർവ്വമാണ് പറഞ്ഞത്. ഉദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ, നിൻ്റെ മനസ്സിൽ നീ അള്ളാഹുവിനെ സ്മരിക്കുക, ഓർത്തുകൊണ്ടേയിരിക്കുക. ഖീഫത്തൻ, ഭയഭക്തിയോടുകൂടി. ദൂനൽ ജഹിലി, ഉച്ചത്തിലല്ലാതെ. വൽ ഉദുവി, രാവിലെയും. വൽ ആസ്വാൽ, വൈകിട്ടും. വലാത്തക്കും മിനൽ ആഫിലീൻ, അശ്രദ്ധരായ ആളുകൾ നിങ്ങൾ പെട്ടുപോകരുത്. ഈ ആശയം ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ഹദീസുകളിലൂടെ നേരത്തെ പറഞ്ഞ കാര്യം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. പ്രാർത്ഥിക്കുന്നത്, ഒരാൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞു, നിർത്തൂ നിൻ്റെ പ്രാർത്ഥന. നിങ്ങൾ വിദൂരസ്ഥനെയും ബദിരനെയും അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിങ്ങനെ ഒച്ചട്ടിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ബദിരനെയോ അതല്ലെങ്കിൽ പിന്നെ വിദൂരസ്ഥനെയോ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടകത്തിൻ്റെ പിരടിയേക്കാൾ മനുഷ്യനോട് അടുത്ത് ഇടപെടുന്നവരാണ് അള്ളാഹു. അതുകൊണ്ട് നീ സംസാരം നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ ദിക്ർ ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ്റെ മനസ്സിന് ഒരു പ്രാധാന്യം നൽകാത്ത, മനുഷ്യൻ്റെ സംഭവങ്ങൾക്കോ ആലോചനക്കോ ചിന്തകൾക്കോ ഒന്നും ഒരിക്കലും പരിഗണന നൽകാത്ത ഒരു പ്രവർത്തനങ്ങൾക്കാണ് സാധാരണഗതിയിൽ ഇന്ന് ദിക്ർ എന്ന് പറയുന്നത്. അല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകൾ, തത്മഇന്ന ഖുലൂബുഹും, അവരുടെ മനസ്സുകൾ ശാന്തമായി തീരും, അവരുടെ മനസ്സ് ശാന്തമാകും. ബിദിക്രില്ല, ദൈവസ്മരണ കൊണ്ട്. അറിയുക, ബിദിക്രില്ലാഹി, ദൈവസ്മരണ കൊണ്ട്. തത്മഇന്നുൽ ഖുലൂബ്, ആ ദൈവസ്മരണ കൊണ്ടാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിൽ മനുഷ്യൻ്റെ ഹൃദയം അടങ്ങുന്നത് എന്ന് പറയുകയുണ്ടായി. തത്മഇന്നുൽ ഖുലൂബ്, മനുഷ്യ ഹൃദയങ്ങൾ അടങ്ങുന്നത്, പ്രശാന്തമാകുന്നത് ദൈവസ്മരണ കൊണ്ടാണ്. ഇങ്ങനെ വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ ഹദീസ് ആയത്ത് പറയില്ല. നമ്മുടെ രാജ്യത്ത് സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ആളുകൾ അവരുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് കേവലം നാവുകൊണ്ടും അതുപോലെ വാക്കുകൊണ്ടുമൊക്കെ പറയാൻ ആവശ്യമില്ലാത്ത വിധം ആകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക് ഇത് ഒച്ചത്തിൽ ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഒന്നും നിർവഹിക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ പ്രായമുള്ള ആളുകൾക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാ പുണ്യകർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ദിക്ർ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുക, അവൻ്റെ പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മറ്റൊക്കെ ആലോചിച്ചുകൊണ്ട് പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചല്ല. ഫഖിന അദാബന്നാർ, എന്നെ നരകത്തിൽ നീ ശിക്ഷിക്കണം പടച്ചവനെ എന്ന് പറയാം. ഫീ ഖൽഖിസ് സമാവാതി യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റി, അവൻ സൃഷ്ടിവൈഭവത്തെപ്പറ്റി അവൻ പറയുന്നു. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചല്ല. ഈ രീതിയിലുള്ള ധാരാളം ആയത്തുകളും ഹദീസുകളും ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വയം സന്നദ്ധരാവുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.